ഹായ്, ഞാൻ അദ്വൈത്. എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ എണീച്ചപ്പോൾ അമ്പലത്തിൽ പോയൊരാഗ്രഹം. അങ്ങനെ അമ്പലത്തിൽ പോയി 2 പായസമൊക്കെ വാങ്ങി കണ്ണൻ കണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ദേ കഥ തുറക്കുന്ന ആളാണ് പൊന്നു, ചേട്ടൻ്റെ മൂത്ത മോളാ. ഇത് ശംഖു, ഇവിടുത്തെ നീന, ചേട്ടൻ്റെ ഇളയ കുഞ്ഞാ. അങ്ങനെ അവൻ്റെ കൂടെ കളിച്ച് ഞാൻ നേരെ വർക്കിലേക്ക് വരുന്നത്. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് കോൾ വന്നു. വേറെ ആരുടെ ഇല്ല, കണ്ണൻ ചേട്ടൻ്റെ തന്നെയാണ്. കണ്ണൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ഇവിടുത്തെ. അതേപോലെ തന്നെ എനിക്കൊരു ചേട്ടനെ പോലെയാണ്. ആളിവിടെ 2 റീജിയൻസൊക്കെ നടത്തുന്നുണ്ട്. കണിക്കുന്ന എൻ്റെ പേര്. ഗുരുവായൂരൊക്കെ തൊഴാൻ വരുമ്പോൾ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എൻ്റെ അറിവിൽ ഇത് ബെസ്റ്റ് തന്നെയാണ്. ഞാൻ നോട്ടീസ് ചെയ്ത വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിപ്പോൾ ഇവിടെ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള കണിക്കോമയാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് പഴയ കണിക്കോമയും. ഇപ്പം നിങ്ങൾ ട്രെയിനിൽ വരുന്നവരായാലും ബസ്സിൽ വരുന്നവരായാലും ബസ് ഇറങ്ങി നടന്നു വരുന്നവർക്ക് നടന്നു വരാം. അതല്ല ഓട്ടോയിൽ വരണമെങ്കിൽ കണിക്കൊന്നാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോക്കാർക്കും അറിയാൻ ഞാനത്. കണിക്കൊന്നേന്ന് അമ്പലത്തിലേക്ക് ഒരു 200 മീറ്റർ ഉള്ളൂ താനും. അങ്ങനെ കണ്ണൻ ചേട്ടനോട് കഥയൊക്കെ പറഞ്ഞ് ഒരു ബൈയും പറഞ്ഞ് ഞാൻ പതുക്കെ വീട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഞാനും ചേട്ടനും ചേച്ചിയും കുഞ്ഞുങ്ങളും അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളായിരുന്നു. ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന് ആരും ചോദിക്കേണ്ട, അതൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാ അടുത്ത വീഡിയോ കാണാം.